إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ച് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചെറിയ സ്ഥലങ്ങളിലാവട്ടെ, വലിയ സ്ഥലങ്ങളിലാവട്ടെ, വലിയ കേന്ദ്രങ്ങളിലാവട്ടെ, എല്ലായിടത്തും ബന്ധപ്പെടുന്നിടത്തൊക്കെ നീതി നഷ്ടപ്പെടുകയും അവകാശങ്ങൾ പലപ്പോഴും തടയപ്പെടുകയും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും പരിഗണനകളൊക്കെ കുറഞ്ഞു വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വർദ്ധിക്കുന്നുണ്ട്. എല്ലാവിധത്തിലുമുള്ള അധികാരവും സൗകര്യങ്ങളും പണങ്ങളും സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ കയ്യിലുള്ളവർക്ക് പോലും പലപ്പോഴും അവനവൻ ആവശ്യപ്പെടുന്ന നീതി, അവനവന് ലഭിക്കേണ്ട നീതി പലപ്പോഴും ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പലപ്പോഴും ഇനി ഇത് ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്ന് പലപ്പോഴും ആളുകൾ ധരിക്കുകയും ആ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവമില്ലാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യം കൂടിക്കൂടി വരികയാണ്. നീതിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്.
നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ നീതി പാലിക്കുന്നവരാകണം, നീതിക്ക് സാക്ഷ്യം വഹിക്കണം, നീതിയുടെ കാവലാളുകളാവണം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന താല്പര്യമെന്ന് പറയുന്നത്. നീതി നടപ്പാക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിയമമാണ്. പക്ഷേ തൊഴിലിടങ്ങളിൽ നിന്ന് വലിയ മുറവിളികൾ വരികയാണ്, ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടും. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മുറവിളികൾ ഉയരുകയാണ്, ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. ഉത്തരവാദപ്പെട്ടവർ മൗനം പാലിക്കുന്നു. പലപ്പോഴും ആളുകൾ നീതി നടപ്പിലാക്കേണ്ട ഭരണകൂടങ്ങൾ പലപ്പോഴും മൗനം പാലിക്കുന്നു. എല്ലാ മേഖലകളിലും നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ എവിടെ നിൽക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും മറ്റ് പരിഗണനകളുടെയും ഒക്കെ പേരിൽ ഒരാളുടെയും അവകാശങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ പൊതുവായ തത്വം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ നീതിക്ക് വേണ്ടി ഉപയോഗിച്ച രണ്ട് പദങ്ങൾ, ഒന്ന് അദിലാണ്, മറ്റൊന്ന് ഖിസ്താണ്. അദിൽ എന്ന് പറഞ്ഞാൽ പൊതുവായി ലഭിക്കേണ്ട നീതിയെക്കുറിച്ചാണ്. ഖിസ്ത് എന്ന് പറയുന്നത് ഒരാൾക്കോ ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ വിഭാഗത്തിനോ ഒക്കെ കൃത്യമായ സൂക്ഷ്മമായ വിഹിതങ്ങൾ ലഭ്യമാക്കി അർഹമായത് ലഭിക്കുന്ന നീതിയെക്കുറിച്ചാണ്. ഈ രണ്ടിനെയും ഇസ്ലാം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നീതിയുമായി ബന്ധപ്പെട്ട ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കൽപ്പന, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിങ്ങൾ നീതി ചെയ്യാനും നന്മ ചെയ്യാനും അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് സൂറത്തു നഹ്ലിലെ 90-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. വഇതാഇ ദിൽ ഖുർബ, നിങ്ങളുടെ കുടുംബ ബന്ധമുള്ളവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുക. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി, നിങ്ങൾ തോന്നിവാസങ്ങൾ, വേണ്ടാത്തരങ്ങൾ, വൃത്തികേടുകൾ ചെയ്യരുത്, ദുരാചാരങ്ങൾ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അതിക്രമം കാണിക്കുകയും ചെയ്യരുത്. ഇതൊക്കെ അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. ഖുർആൻ പറയുന്നു, യഅഇദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നീതിയെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, മ്ലേച്ഛമായ കാര്യങ്ങളിലുള്ള ജാഗ്രതയെക്കുറിച്ച്, വെറുക്കപ്പെട്ട അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത്. നീതിയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, നീതി പാലിക്കാനും നന്മ ചെയ്യാനും അള്ളാഹു കൽപ്പിക്കുന്നു എന്നതാണ്. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. ഖുൽ, റസൂൽ പറയാണ്, ഖുൽ, നബിയെ പറയുക, അമറ റബ്ബി ബിൽ ഖിസ്തി, അല്ലാഹു തആല എന്നോട് നീതി പാലിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു. 3-മത്തേത് എന്താണ്? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി നടപ്പിലാക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നതാണ്. ഈ 3 കാര്യങ്ങൾ നീതിയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിൽ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നീതി പാലിക്കുന്നവർക്ക്, നീതി നടപ്പാക്കുന്നവർക്ക്, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനി റഹ്മാനി അസ്സ വജൽ. നാളെ പരലോകത്ത് നമ്മൾ വിചാരണ കഴിഞ്ഞ് നീതിയുക്തമായൊരു ജീവിതം, നീതിക്ക് വേണ്ടി ജീവിച്ച ഒരാൾ, നീതി നടപ്പിലാക്കാൻ വേണ്ടി മുന്നിൽ നിന്നൊരാൾ, നീതിയോടുകൂടി ജീവിച്ച ഒരാൾ, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അള്ളാഹുവിൻ്റെ വലതുഭാഗത്ത് പ്രകാശപൂരിതമായ ഒരു മിമ്പർ ഒരുക്കി കൊടുക്കുമെന്നാണ്. പ്രകാശപൂരിതമായ ഒരു മിമ്പർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലതുഭാഗത്തായി അള്ളാഹു ഒരുക്കി കൊടുക്കുമെന്നാണ്. ആർക്കാണത് കിട്ടുക? ആരാണത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുക? എവിടെയൊക്കെയാണ് ഇത് ഉണ്ടാകേണ്ടത്, നീതി നടപ്പിലാക്കേണ്ടത്? അതും ആ ഹദീസിൽ കാണാൻ കഴിയും. അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലീഹിം വമാ വലൗ എന്നാണ്. ഒന്ന്, അധികാര കേന്ദ്രങ്ങളിൽ നിന്നാണ്, ഭരണകൂടങ്ങളിൽ നിന്നാണ് നീതി ലഭിക്കേണ്ടത്. അപ്പൊ ഭരണപരമായ നിർവഹണത്തിലൊക്കെ പങ്കാളിത്തം കിട്ടുന്ന ആളുകൾ, സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ, അധികാര തലത്തിൽ ഇരുന്നു കൊണ്ട് അവർ ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു നീതിയുണ്ട്.
അത് കൊടുക്കേണ്ടതുണ്ട്, അവർക്കത് കിട്ടും. രണ്ടാമത് പറഞ്ഞത് അഹ്ലുകാരാണ്. അവനവൻ്റെ കുടുംബങ്ങളിൽ നടപ്പാക്കേണ്ട നീതി ഉണ്ടാകും, അത് കൃത്യമായി നടപ്പിലാക്കിയവർക്ക് അത് കിട്ടുമെന്നാണ്. മൂന്നാമത്തേത് ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തആല നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ടാവും. കുടുംബങ്ങളിലുണ്ടാകും, സംഘങ്ങളിലുണ്ടാവും, സംഘടനകളിലുണ്ടാവും, പ്രസ്ഥാനങ്ങളിലുണ്ടാവും, പലതരത്തിലുള്ള ഭാരവാഹിത്വങ്ങളൊക്കെ ഉണ്ടാവും, അമാനത്തുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നീതി നടപ്പിലാക്കിയവർക്ക് പ്രകാശപൂരിതമായ അള്ളാഹുവിൻ്റെ മിമ്പർ, അള്ളാഹുവിൻ്റെ ചാരത്ത് സ്ഥലമായി കിട്ടുമെന്നാണ് പ്രിയപ്പെട്ടവർ. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നീതി നടപ്പിലാക്കാനുള്ള പ്രോത്സാഹനമാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖുൽമ, ക്രമം തെറ്റിയുള്ള ജീവിതം, നീതി നിഷേധിക്കപ്പെടുന്ന, അക്രമം കാണിച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അത്തരത്തിൽ ക്രമം തെറ്റി ഈ നീതിയൊക്കെ നടപ്പിലാക്കുന്നിടത്ത് അതൊക്കെ പൊളിച്ചടക്കിപ്പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ അവർക്ക് ഇരുട്ട് മൂടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇരുട്ടുകൾ മൂടപ്പെടുന്ന, ഇരുട്ടുകളായി മാറുന്ന സന്ദർഭങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അക്രമങ്ങൾ ഇല്ലാതാവണം, നീതി നടപ്പാക്കണം, നീതിബോധം ആളുകൾക്കിടയിൽ വളർത്തിയെടുക്കണം എന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സംഭവം പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, നിങ്ങളുടെ സഹോദരൻ അക്രമിക്കപ്പെടുന്നതായാലും അക്രമിയായാലും നിങ്ങൾ അവനെ സഹായിക്കണമെന്ന് തിരുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ അക്രമിയെ ഞങ്ങൾ എങ്ങനെ സഹായിക്കുമെന്നാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവനെ കൈപിടിക്കണം, അവന്റെ അക്രമത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണം, അങ്ങനെ അവനെ നിങ്ങൾ സഹായിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ ഉപദ്രവിക്കാം, മറ്റുള്ളവന്റെ അവകാശം കയ്യേറാം, മറ്റുള്ളവരെ ദ്രോഹിക്കാം, അവനെ മർദ്ദനം നടത്താം. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അവനേതായാലും സഹായിക്കണം, പക്ഷേ ചെയ്യുന്ന ആൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും സഹായിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ നീതി ഉണ്ടാകണം. നീതിയുടെ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതാണ് സത്യം, ഇതാണ് നീതി, ഇതാണ് ധർമ്മം എന്ന് മനസ്സിലായാൽ അവിടെ നിൽക്കണം എന്നതാണ് മുസൽമാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേണ്ടത്. ദീൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈ മുസ്ലിങ്ങളോട് സഹകരിക്കുന്ന വ്യത്യസ്തമായ ആൾക്കാരുണ്ടാവും, അവർക്കൊരിക്കലും നീതി നിഷേധിക്കാൻ പാടില്ല. അവർ മുസ്ലിങ്ങളല്ല, പക്ഷേ മുസ്ലിങ്ങളോട് നന്നായി സഹകരിക്കുന്ന ആളുകളാണ്. അവരുടെ വിഷയത്തിൽ നീതി വളരെ കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അവരോട് മാത്രമല്ല, മുസ്ലിങ്ങളോട് സഹകരിക്കാത്തവരോട്, മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിങ്ങളുടെ ശത്രുക്കളോട് നീതിയുടെ വിഷയത്തിലാണെങ്കിൽ പോലും അവരോട് നീതി കാണിക്കലാണ് ഖൈർ, അതാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആനും അതുപോലെ തന്നെ തിരുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളാളല്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അനീതി ചെയ്യാൻ പറ്റുമോ? പാടില്ല എന്നുള്ളതാണ്. നീതിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിലൊരു മുസ്ലിം വളരെ കൃത്യമായി സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് വേണ്ടി സാക്ഷികളായ നിലയിൽ നീതി നിങ്ങൾ നിലനിർത്തുവിൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നീതി നടപ്പിലാക്കുക, നീതിക്ക് വേണ്ടി ശബ്ദിക്കുക, നീതിയുടെ ആളുകളായി മാറുക എന്നതാണ് ഖുർആൻ അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നീതി നിഷേധിക്കപ്പെടും, ആളുകൾ വളരെ വിഷമനുഭവിക്കും. പ്രത്യേകിച്ചും ദുർബലരും കൂടിയാണെങ്കിലോ, അധികാരമില്ല, സ്വാധീനമില്ല, പണമില്ല, ഇതിലൊന്നും ഇടപെടാനുള്ള ഊക്കില്ല. അവരൊക്കെ പലപ്പോഴും കരഞ്ഞ് കണ്ണീർ വാർത്ത അല്ലാഹുവിലേക്ക് ഒരു മർദ്ദിതന്റെ പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അവർക്കിടയിൽ മറയില്ല എന്നാണ്. അതങ്ങനെ കയറിപ്പോയാൽ അതല്ലാഹു അതുപോലെ സ്വീകരിക്കുമെന്നാണ്, ഉത്തരം നൽകുമെന്നാണ്. അങ്ങനെ കണ്ണീർ തോർന്ന ആയിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പല കാര്യങ്ങളുടെ പേരിൽ, കിടപ്പാടം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് ആട്ടി അകറ്റപ്പെട്ടതിന്റെ പേരിൽ, അതുപോലെ തന്നെ സർക്കാർ ഇടങ്ങളിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ, പലരും നിരപരാധികളായി ജയിലിലടക്കപ്പെട്ടതിന്റെ പേരിൽ, അങ്ങനെ എത്ര മനുഷ്യരാണ് അള്ളാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ പരലോകത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികാര തലങ്ങളിൽ സ്വാധീനം കൊണ്ട്,
ചിലപ്പോൾ തർക്കങ്ങളൊക്കെ നടത്തി, ചിലപ്പോൾ കയ്യൂക്കുകൊണ്ട്, ചിലപ്പോൾ നമ്മുടെ ന്യായവാദങ്ങളൊക്കെ നിരത്തി, ചിലപ്പോൾ നമ്മൾ കൃത്രിമമായ രേഖകൾ കൊണ്ടൊക്കെ അനീതിയെ നീതിയാക്കാൻ ശ്രമിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരലോകത്തെ ഓർക്കുക, ഈ ലോകം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടത് നിങ്ങൾ ഓർക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കൂ, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ പരിസരത്ത് ഒരിക്കൽ ഒരു തർക്കം നടക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടെ ഓടി വന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അതിലിടപെട്ടു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായവാദങ്ങൾ നിരത്തി. രണ്ടും വളരെ ശരിയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള വാദങ്ങളാണ് നിരത്തപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരാണോ നന്നായി വാചാലനാവുന്നത്, നിങ്ങളിൽ ആരാണോ തെളിവുകളാണെന്ന് വ്യാജേന പലതും സമർപ്പിക്കുന്നത്, ന്യായമായ കാര്യങ്ങൾ അന്യായമായ കാര്യങ്ങൾ ന്യായമാണെന്ന് ബോധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആരാണോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, ഞാനത് കേട്ട് വിധി കൽപ്പിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫമൻ ഖളൈതു ലഹു മിൻ ഹഖ്ഖി അഖീഹി ശൈആ, ആരെങ്കിലും അവന്റെ സഹോദരന്റെ കാര്യമാണ് എന്നിലൂടെ വിധിയിലൂടെ നേടിയെടുക്കുന്നത് എങ്കിൽ, കാരണം മറ്റാളടുത്താണ് ന്യായം, പക്ഷെ പറച്ചിലും അവന്റെ ആ അവതരണം അതൊക്കെ ഉണ്ടല്ലോ, തെളിവുണ്ടാക്കലും ഒക്കെ കണ്ടപ്പോ റസൂലുള്ള വിചാരിച്ചു ഇതാണ് ശരിയെന്ന് വിചാരിച്ചൊരു വിധി കൊടുത്തു. പക്ഷെ ന്യായം മറ്റവന്റെ പക്കലാണ് എങ്കിൽ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരാളുടെ സമ്പാദ്യം കൈക്കലാക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ യഖുദുഹു ഫഇന്നമാ ഖതഉ ലഹു ഖിതഅതൻ മിനൻ നാർ, നിങ്ങൾ കൈവശപ്പെടുത്തുന്നത് നരകത്തിന്റെ ഒരു കഷ്ണമാണ് കേട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫല്യഖുദ്ഹ, ആ നരകത്തിന്റെ കഷ്ണമാണ് വേണ്ടത്, നിങ്ങൾ അത് എടുത്തുകൊള്ളുക, ഔലിയദഅഹ, അല്ലെങ്കിൽ നിങ്ങൾ അത് വലിച്ചെറിയുക, ഉപേക്ഷിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. ഒരാളുടെ നീതി അവകാശം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജീവനാകാം, ജീവിതമാകാം, സ്വത്താകാം, അഭിമാനമാകാം, എന്തുമാകാം. അവിടെ വളരെ കൃത്യമായ നിലപാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ നരകത്തിലെ ഒരു കഷ്ണം കൈക്കലാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനുണ്ട് എന്ന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആളുകൾ അങ്ങനെ തന്നെ അത് പഠിപ്പിക്കേണ്ടതുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് എന്തായിരുന്നു? വെറും വർത്തമാനം മാത്രമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മഖ്സൂം ഗോത്രക്കാരിയായ ഫാത്തിമ എന്നു പേരുള്ള ഒരു സ്ത്രീ മോഷണക്കുറ്റത്തിന് ഹാജരാക്കപ്പെട്ടു. അങ്ങനെ ഹാജരാക്കപ്പെട്ടപ്പോൾ ഈ മഖ്സൂം ഗോത്രം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചൊക്കെ ഒരു ഉന്നത നിലവാരം പുലർത്തിയ ഒരു കുടുംബമാണ്, ഒരു തറവാടാണ്, ഒരു ഗോത്രമാണ്. അവിടെ പ്രമുഖരായ ഒരുപാട് ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു ശുപാർശയുമായി വന്നു, അവരെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം, അവരെന്റെ കുടുംബത്തിലൊക്കെ പെട്ട ആളല്ലേ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കാൻ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് കോപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പൂർവ്വകാല സമൂഹത്തിൽ നാശം സംഭവിച്ചത് എന്തുകൊണ്ടായിരുന്നു ഉസാമ എന്ന് താങ്കൾക്കറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സമൂഹത്തിലെ ഉന്നതന്മാർ കുറ്റം ചെയ്യുമ്പോൾ അവരെ ആളുകൾ വെറുതെ വിടും, അവരെ ശിക്ഷിക്കാതിരിക്കും. പാവപ്പെട്ട ആരെങ്കിലും കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. പൂർവ്വ സമുദായത്തിലെ ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേരിലാണ് ആ സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച ഒരു ഹദ്ദുണ്ട്, ഒരു ശിക്ഷ, അതിലാണോ നീ ശുപാർശയുമായി വന്നത് എന്ന് വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നിട്ടാണ് റസൂലുള്ള പറഞ്ഞൊരു വാക്യം, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, അല്ലാഹുവാണേ സത്യം, ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദിൻ സറഖത ലഖതഅതു യദഹാ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് മോഷണം നടത്തുന്നത് എങ്കിൽ അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് മൗനം പാലിക്കാൻ കഴിയുക? അയാൾ നമ്മൾ ആളാണെന്ന് പറഞ്ഞ് കൂടെ ഇൻകിലാബ് വിളിക്കാൻ കഴിയുക, മുദ്രാവാക്യം വിളിക്കാൻ കഴിയുക, അയാളെ സംരക്ഷിക്കാൻ കഴിയുക? പാടില്ല പ്രിയപ്പെട്ടവരെ. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ നമ്മുടെ നേതാവ്, നമ്മുടെ അമീർ സയ്യിദനാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് നിങ്ങൾ തീയാവുക എന്നത് തന്നെയാണ് പഠിപ്പിച്ചത്. എത്ര പേർക്ക് അത് സാധ്യമാകുന്നു എന്ന്
നമ്മൾ ആലോചിക്കുക. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ നിലപാട് എന്തായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് സ്വന്തക്കാരെന്ന പേരിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, പാർട്ടിക്കാരാണെന്ന പേരിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ന്യായമാണോ നീതിയാണോ അതിന് പ്രാമുഖ്യം കൊടുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയുന്നത്. അവനവന്റെ ആളുകളുടെ രക്ഷ എന്നതിനപ്പുറം ഹദ്ദിന്റെ കാര്യത്തിൽ, ഒരു നിയമ നടപടിയുടെ കാര്യത്തിൽ അള്ളാഹ് തീരുമാനിച്ച നിയമങ്ങളാണോ ശുപാർശയില്ല എന്നതാണ്. മാപ്പൊക്കെ വേറെ ഉണ്ടാവും, പക്ഷേ ശുപാർശ ചെയ്യാൻ പാടില്ല എന്ന നിലക്കാണ് ആ വിഷയം പഠിപ്പിക്കപ്പെടുന്നത്. ഖലീഫമാരുടെ ചരിത്രമൊക്കെ നമ്മൾക്കത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അമീറായ സന്ദർഭം ഈജിപ്തിന്റെ ഗവർണർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഒരിക്കൽ അവിടുത്തെ ഒരു കിബിത്തി വംശത്തിൽപ്പെട്ട ഒരു സഹോദരനെ അടിച്ചു, ഉപദ്രവിച്ചു. അംർ ഇബ്നുൽ ആസ് അവിടുത്തെ ഗവർണറാണല്ലോ എന്നുള്ള നിലക്കാണ് ഉപദ്രവിക്കുന്നത്. എൻ്റെ വാപ്പ പോലീസാണല്ലോ എന്നുള്ള നിലക്കുണ്ടല്ലോ ഒരു അടി. അങ്ങനെ അധികാരവും ബലമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഉപദ്രവമാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി. അധികാരത്തിന്റെ ബലത്തിലാണ് ഈ ഉപദ്രവിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അധികാരം കിട്ടിയവരോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അധികാരം കിട്ടിയവരോട്, നിങ്ങളുടെ ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളോട് ഉമർ റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട മനുഷ്യരെ അടിമകളാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ അവരുടേതായ മാതാക്കൾ പ്രസവിച്ചാണ് ഈ ഭൂമിയിലേക്ക് സ്വതന്ത്രരായി പറന്നു വീണത്. അവരെ ഒന്നും അടിമകളാക്കാനുള്ള അധികാരം നിങ്ങൾക്ക് റബ്ബ് തന്നിട്ടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് ഈ കിബിത്തിയോട് ആ അംർ ഇബ്നുൽ ആസിന്റെ മകനെ തിരിച്ചടിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിടുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ നാടുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അധികാരത്തിന്റെ ബലത്തിൽ എത്രയോ ആളുകളാണ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാം വളരെ കൃത്യമായ നയങ്ങൾ അതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവകാശമാണോ നീതിയാണോ നടപ്പിലാകേണ്ടത്, അതിലാരാണ് എന്നൊന്നുമില്ല, കൃത്യമാണത്. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു വിളിച്ചു വരുത്തിയതാണ്. ഒരിക്കൽ ബൈത്തുൽ മാലിൽ നിന്ന് 4000 ദിർഹം അവർ കടം വാങ്ങി. 4000 ദിർഹം കടം വാങ്ങി. അവർ തിരിച്ച് 3000 ദിർഹമാണ് അടച്ചത്. പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവരെ വിളിച്ചു വരുത്തി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാക്കി പണം കൂടി തിരിച്ചടക്കുക എന്ന്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗകാന മാലി ലതറക്തുഹു ലകി വലകിന്നഹു മാലുൽ മുസ്ലിമീൻ. എന്റെ പണമായിരുന്നു നീ വാങ്ങിയത് എങ്കിൽ ഞാനത് വിട്ടുതരുമായിരുന്നു. പക്ഷേ ഇത് പൊതുഖജനാവിലെ മുസൽമാന്റെ പണമാണ്, പൊതുപണമാണ്, പൊതു ഫണ്ടാണ് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ആ പണവും കൂടി ചേർത്ത് അടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീതിയാണ് നടപ്പിലാകേണ്ടത്, വളരെ കൃത്യമായ നിലപാടാണ് അതിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാം ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ടാകും, അവിടെ നമ്മൾ സൂക്ഷ്മത കാണിക്കണം, ജാഗ്രത കാണിക്കണം. ജീവിതത്തിൽ നീതി ചെയ്യേണ്ടിടത്ത് പ്രിയപ്പെട്ടവരെ അത് ചെയ്യണം. അത് നടപ്പാക്കേണ്ടിടത്ത് നമ്മൾ ജാഗ്രത കാണിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അത് കൃത്യമായി ഇസ്ലാമിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു സംഭവം, നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തിന് ഇടപെടണമെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യമുണ്ടായി, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു, ആളുകൾ പരാതിയുമായി വന്നു. അദ്ദേഹം കുറച്ച് സാവകാശം വാങ്ങും. എന്നിട്ട് അദ്ദേഹം തൻ്റെ അഹ്ലുകാരടുത്തേക്ക് പോകും, തൻ്റെ വീട്ടുകാരടുത്തേക്ക് പോകും. എന്നിട്ട് അവരോട് പറയും, ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് അവരാദ്യം വസിയത്ത് ചെയ്യും. ആർക്കെങ്കിലും അങ്ങനെ അത്തരം തിന്മകൾ ചെയ്യുന്നു എങ്കിൽ ഉമർ ഇരട്ടി ശിക്ഷ തരുമെന്ന് തൻ്റെ അഹ്ലുകാരോട് പറയും. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അധികാരത്തിലിരിക്കുന്നവർ, ഉത്തരവാദപ്പെട്ടവർ, ഭാരവാഹികൾ, അങ്ങനെ അമാനത്തേൽപ്പിക്കപ്പെട്ടവർ, അവരെ ആളുകൾ എങ്ങനെയാണ് നോക്കുന്നത്, ആളുകൾ അവരിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ നോക്കുന്നത് എങ്ങനെയാണ്? ഒരു പക്ഷി ഒരു മാംസം കണ്ടാൽ അതിലേക്ക് കണ്ണു നട്ടിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ന്യൂനതകൾ കണ്ടെത്താൻ ആളുകൾ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ അഹ്ലുകാരോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക്, നമ്മുടെ ഭാരവാഹികൾക്ക്, നമ്മുടെ ഉമറാക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ, മറ്റിടങ്ങളിലൊക്കെ ഈ ഒരു തരത്തിൽ നീതി നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുകയും പോരായ്മകൾ നമ്മൾ തിരുത്തുകയും പരിഹരിക്കുകയും ഈ ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന നിലക്ക് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരും നീതിയുടെ വക്താക്കളും നമ്മളാവുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നീതിയും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളും നമ്മൾ മനസ്സിലാക്കുകയും അത് പരമാവധി നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ കുടുംബങ്ങളിൽ നീതി നടപ്പിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നീതി ലഭ്യമാകുന്നുണ്ടോ എന്ന് മക്കളാണ് പരിശോധിക്കേണ്ടത്. മക്കളിൽ നിന്നാണ് അത് കിട്ടേണ്ടത്. മക്കൾക്ക് നീതി കിട്ടുന്നുണ്ടോ എന്ന് മാതാപിതാക്കളും പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിടത്ത്, അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിടത്ത്, അവരുടെ കടമകളും കടപ്പാടുകളുമായി ബന്ധപ്പെട്ടിടത്ത്, അവരുടെ സ്വത്തുമായി അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടിടത്തൊക്കെ കുടുംബരംഗത്തുള്ള നീതി നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളൊക്കെ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാഥകളുടെ വിഷയത്തിൽ പ്രത്യേകമായി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർക്കിടയിൽ നീതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി ഇടപാട് നടക്കുമ്പോൾ കൃത്യമായി അതിൻ്റെ നീതി നടപ്പിലാക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കച്ചവടക്കാരോട് അളവിലും തൂക്കത്തിലുമൊക്കെ അതിൻ്റേതായ നിയമങ്ങൾ, ഇസ്ലാമിക കാര്യങ്ങൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഇടപാട് വ്യാപാര രംഗത്തൊക്കെ കൃത്യമായ നീതി നടപ്പിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് അവസാന കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി സഹാബികളോട് പറയുന്നുണ്ട്, ഫമൻ കുന്തു ജലത്തു ലഹു ളുഹ്റൻ ഫഹാദാ ളുഹ്രി. ഞാൻ ആരുടെയെങ്കിലും ശരീരത്തിൽ മുതുകിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ എൻ്റെ മുതുക് ഞാൻ കാണിച്ചു തരുന്നു എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഫമൻ കുന്തു ശതംതു ലഹു ഇർളൻ ഫഹാദാ ഇർളി. ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞു എങ്കിൽ, ആരുടെയെങ്കിലും അഭിമാനത്തെ വ്രണപ്പെടുത്തിയെങ്കിൽ ഇതാ എൻ്റെ അഭിമാനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നു എന്ന് പറയുന്നുണ്ട്. അമൻ കുന്തു അഖത്തു ലഹു മാലൻ ഫഹാദാ മാലി. ആരിൽ നിന്നെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി അനധികൃതമായോ അല്ലെങ്കിൽ അറിയാതെ കൈപ്പറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ഫഹാദാ മാലി, നിങ്ങളത് പറയണം, എൻ്റെ സമ്പത്ത് ഇവിടെയുണ്ട്, നിങ്ങളത് കൈപ്പറ്റണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലത്ത് പറയുന്നുണ്ട്. എന്നിട്ട് റസൂൽ അവരോട് പറയുന്നത് എന്താണ്? ഞാൻ നാളെ മരിച്ചു ചെന്ന് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ തെളിഞ്ഞ മനസ്സോടുകൂടി, കുറ്റമറ്റ മനസ്സോടുകൂടി ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞാനുമായുള്ള ഇത്തരത്തിൽ എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ എൻ്റെ സഹാബാക്കളെ നിങ്ങളത് വീട്ടുക, പൂർത്തീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഒരു സ്വഹാബി എണീച്ചെന്ന് പറയുന്നുണ്ട്, റസൂലരെ, എനിക്ക് താങ്കൾ ഒരു 3 ദിർഹം ബാധ്യത വരുത്തിയിട്ടുണ്ട്. 3 ദിർഹം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബാധ്യത തീർത്താണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതാണ് നേതാവ് എന്ന് പറയുന്നത്, നമ്മുടെ അമീർ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഭരണാധികാരി എന്ന് പറയുന്നത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ റസൂലിൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത്, പ്രാർത്ഥനകൾ സലാത്തും സലാമും വർദ്ധിപ്പിക്കേണ്ടത്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളിൽ നിന്ന് ഈ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഉമറാക്കൾ, ഞങ്ങളുടെ ഉലമാക്കൾ, ഞങ്ങളുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർ, മരണപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവർ, ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുടെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, നാളെ നിന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ കുറ്റമറ്റ മനസ്സിൻ്റെ ഉടമകളായി മാറി നിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം ദുനിയാവിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ ഒക്കെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളിൽ തൗബ ചെയ്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിവില്ലായ്മ കൊണ്ടും പ്രയാസങ്ങളാൽ സന്ദർഭങ്ങൾ കൊണ്ടൊക്കെ വന്നുപോയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ നിന്നിലേക്ക് വരുന്ന തൗബ പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ പോരായ്മകൾ നീ പരിഹരിച്ച് മാപ്പാക്കി തരികയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ അമലുകളൊക്കെ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവർ, അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ശാരീരികമായി ആഫിയത്ത് പ്രദാനം ചെയ്യണ റഹ്മാനെ. സാമ്പത്തികമായ പരാധീനതകളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും റഹ്മാനും റഹീമുമായ നാഥ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത